ഹായ് അസ്സലാമു അലൈക്കും കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖാണല്ലോ? അൽഹംദുലില്ലാ. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് പ്രവാചക വചനങ്ങളാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എൻ്റെ ഉമ്മത്തിൻ ഒരു കാലം വരാനുണ്ട്. ആ സമയത്ത് ജനങ്ങൾ 5 കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നു, 5 കാര്യങ്ങൾ മറക്കുന്നു. ഭൂലോകത്തെ ഇഷ്ടപ്പെടുന്നു, എന്നാൽ പരലോകത്തെ മറക്കുന്നു. ജീവിതത്തെ ഇഷ്ടപ്പെടുന്നു, എന്നാൽ മരണം മറക്കുന്നു. സൃഷ്ടികളെ ഇഷ്ടപ്പെടുന്നു, എന്നാൽ സൃഷ്ടാവിനെ, അതായത് അല്ലാഹുവിനെ മറക്കുന്നു. കൊട്ടാരത്തെ ഇഷ്ടപ്പെടുന്നു, എന്നാൽ ഖബറിനെ മറക്കുന്നു. സമ്പത്തിനെ ഇഷ്ടപ്പെടുന്നു, എന്നാൽ വിചാരണയെ, അതായത് ചോദ്യം ചെയ്യുന്നതിനെ മറക്കുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നരച്ച മുടിയെ പറിക്കരുത്. എന്തെന്ന് വെച്ചാൽ, നരച്ച മുടി പരലോകത്ത് മുസ്ലിമീങ്ങൾക്ക് പ്രകാശകരമാകുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്ന് തുപ്പിയാൽ സ്വഹാബികൾ ആ തുപ്പുനീരിനെ എടുത്തുകൊണ്ട് ശരീരത്തേക്കും മുഖത്തേക്കും തേക്കുമായിരുന്നു. പ്രവാചകന്റെ തുപ്പുനീര് സ്വഹാബികൾക്ക് നല്ല അത്തറും കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതും ആയിരുന്നു. സ്വർഗത്തിൻ്റെ സ്ത്രീകളുടെ 4 നായകിമാർ, അതായത് ലീഡർമാർ: 1 ബീവി മറിയം റളിയല്ലാഹു അൻഹ, 2 ബീവി ആസിയ റളിയല്ലാഹു അൻഹ, 3 ബീവി ഖദീജ റളിയല്ലാഹു അൻഹ, 4 ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഇനി ബുദ്ധിശക്തി അധികരിപ്പിക്കുന്ന കാര്യങ്ങൾ ഏതാണെന്ന് നോക്കാം. 1 അനാവശ്യമായി സംസാരിക്കാതിരിക്കുക. 2 അധികമായ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക. 3 നല്ലവരുടെ കൂട്ടുകെട്ട് അധികരിപ്പിക്കുക. 4 പണ്ഡിതന്മാരോട് സംസാരിക്കുക. 5 ദിക്ർ സ്വലാത്ത് അധികരിപ്പിക്കുക. പാവങ്ങളെ മായിച്ച് ദറജകൾ ഉയർത്തുന്ന 3 കാര്യങ്ങൾ: 1 പ്രയാസമുള്ള സമയത്ത് സമ്പൂർണമായ ഒളു ചെയ്യുക. 2 പള്ളിയിലേക്ക് പോകുന്ന ചവിട്ടടികൾ അധികരിപ്പിക്കുക. 3 ഒരു നിസ്കാരത്തിന് ശേഷം മറ്റൊരു നിസ്കാരത്തെ പ്രതീക്ഷിക്കുക. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഭൂമിലോകം ഒരു കച്ചവടച്ചരക്കാണ്. ആ ചരക്കിൽ വെച്ച് ഏറ്റവും ഉത്തമയായത് സ്വാലിഹായ സ്ത്രീയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നല്ലൊരു ഭർത്താവ് അവൻ്റെ ഭാര്യയുടെ തെറ്റ് കണ്ടാൽ അതിനെ വെറുക്കാതെ അവളിലുള്ള നല്ല സ്വഭാവത്തിൽ തൃപ്തിപ്പെടുന്നവനാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മരിച്ചതായ ഭാര്യയെപ്പറ്റി ഭർത്താവ് തൃപ്തിപ്പെട്ടാൽ അവൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വിവാഹം എൻ്റെ ചര്യയാണ്. എൻ്റെ ചര്യയെ പാലിക്കാത്തവൻ എൻ്റെ അനുയായിയല്ല. എനിക്ക് എൻ്റെ സമുദായത്തെ പറ്റി അഭിമാനമുണ്ട്. കല്യാണം കഴിക്കാൻ കഴിയുന്നവനാണെങ്കിൽ കല്യാണം കഴിക്കുക, കഴിയാത്തവനാണെങ്കിൽ നോമ്പ് നോക്കുക. നോമ്പ് കാമത്തെ തടയുന്നു. ഈ പ്രവാചകചര്യയെ പിൻപറ്റിക്കൊണ്ട് നമ്മുടെ ജീവിതം നമ്മൾ തൃപ്തികരമാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, നന്മ തോന്നിയാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും.